ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? പൊന്നൂസിന് ചോറും കറികളൊക്കെ ഇലയിൽ വിളമ്പിയത് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിന്ന് പുറത്ത് ഇരുന്നിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റൂമിൽ ഇരുന്നിട്ടാണ് പൊന്നൂസിനിപ്പം ഭക്ഷണം കൊടുക്കുന്നത്. പുറത്ത് മേശ ഇട്ടിട്ടുണ്ട്, അപ്പം അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇലയിൽ വിളമ്പി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം പൊന്നൂസ് രാവിലെ വലിയ രീതിയിൽ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പൊന്നൂസിന് വിശക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പം പൊന്നൂസ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പം പൊന്നൂസിന് ചോറെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പൊന്നൂസിന് വേഗം തന്നെ ചോറ് കൊടുക്കട്ടെ. പൊന്നൂസിൻ്റെ വിഷുക്കോടിയൊന്നല്ല പൊന്നൂസ് ഇട്ടത്, പക്ഷേ ചൂടെല്ലാം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇട്ടിട്ട് ഞാൻ പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ചോറെല്ലാം കൊടുക്കട്ടെ പൊന്നൂസിന്. പുറത്തുനിന്നാണെങ്കിൽ പൊന്നൂസ് അങ്ങനെ ചോറ് തിന്നുന്നുമില്ല. പക്ഷെ വിശപ്പില്ലാത്തതുകൊണ്ടാണെന്നും അറിയില്ല, പൊന്നൂസ് തീരെ ചോറുണ്ടെന്നേ ഉണ്ടായിട്ട. എന്നിട്ട് ഞാൻ പിന്നെ അവസാനം ഷൈജുവേട്ടൻ്റെ മടിയിലിരുത്തിയിട്ട് ഞാൻ വാരി കൊടുക്കുകയോ ചെയ്തത്. അങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിന്. പക്ഷെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് തീരെ വായി തുറക്കുന്നേ ഉണ്ടായിട്ട പൊന്നൂസ്. എന്നിട്ട് ഞാൻ പിന്നെ ഷൈജുവേട്ടൻ്റെ മടിയിലിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുകയോ ചെയ്തത്. അപ്പോൾ കുറച്ചെല്ലാം ഭക്ഷണമോട് കഴിച്ച ശേഷം പിന്നെ ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പായസമൊന്നും പൊന്നൂസിന് കൊടുത്തിട്ടുണ്ടായിട്ട. അത് വൈകുന്നേരം കൊടുക്കഴിച്ചു. ചോറും പായസം എല്ലാം കൂടി പൊന്നൂസ് തിന്നൂല. അപ്പം പൊന്നൂസ് കണ്ട, ഇങ്ങനെയാണ് പൊന്നൂസ് പൊതുവേ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിക്കഴിഞ്ഞാൽ വായി തുറക്കുകയില്ല. പിന്നെ നമ്മളെപ്പോലത്തെ അമ്മമാർക്ക് പിന്നെ ക്ഷമയുള്ളത് കൊണ്ട് തന്നെ കുറേ സമയം ഇരിക്കും. അങ്ങനെ ഞാൻ പൊന്നൂസിന് കുറച്ചൊക്കെ ചോറൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. സമയം 2 മണിയെല്ലാം ആയിട്ടുണ്ടായിന്. ഈ പ്രാവശ്യത്തെ വിഷു എൻ്റെ വീട്ടിലായിരുന്നേ. അപ്പം ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്നാണ് നമ്മൾ വിഷു പോലെ ആഘോഷിച്ചിട്ടുണ്ടായിന്. പൊന്നൂസിന് ഞാൻ ചോറ് കൊടുത്തിട്ടാകുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് പിന്നെ വേറെ പണികളായിട്ടൊന്നുമില്ല, എല്ലാ ഭക്ഷണമെല്ലാം ആയിട്ടുണ്ടല്ല. വയ്യാത്ത മക്കൾ കുറച്ച് നേരം എടുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ക്ഷമ കുറച്ച് കൂടുതലായിരിക്കും. അവർ പതുക്കെ കളിച്ചിട്ട് പതുക്കെ ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ. അപ്പം നമ്മളങ്ങനെ ക്ഷമയോടുകൂടി ഇരുന്നിട്ട് ഭക്ഷണം കൊടുക്കും. പക്ഷെ ആ ഒരു ക്ഷമ മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. വൈകുന്നേരം ആയ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന് കുടിക്കുകയാണ്. അതേ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിന്. സിറ്റൗട്ടിലിരുന്ന് പായസം കുടിച്ചുകൊണ്ടാണ് ഇതെല്ലാം വൃത്തിയാക്കുക.